പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 12-ാം തീയതി വ്യാഴാഴ്ച. കർത്താവെ, പുതിയൊരു പ്രഭാതം കാണാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് അങ്ങ് ഭാഗ്യം നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് ദാനമായി നൽകിയിരിക്കുന്ന ഈ ദിവസം അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഇന്നത്തെ ഞങ്ങളുടെ ഓരോ ചിന്തയെയും, പറയുന്ന വാക്കുകളെയും, ചെയ്യുന്ന ജോലികളെയും, ഇന്ന് പോകുന്ന സ്ഥലങ്ങളെയും, യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും, ഇന്ന ദിവസം ഞങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നാഥ, തിരുരക്തത്തിൻ്റെ കോട്ടയാൽ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 39-ാം വചനം നമുക്ക് ധ്യാനിക്കാം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. പരിശുദ്ധാത്മാവ് നിറയുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന വലിയ സവിശേഷതയാണ് ചെയ്യാനുള്ള കാര്യങ്ങൾ തിടുക്കത്തിൽ ചെയ്യും എന്നുള്ളത്. അലസത അവരുടെ ജീവിതത്തിൽ നിന്നും വിട പറയും. ഒന്നും പിന്നീടേക്ക് നീക്കി വയ്ക്കില്ല. തിടുക്കത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പിശാചിന് എളുപ്പത്തിൽ കയറാനാകില്ല. അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ് എന്ന് പറയാറുള്ളത് നമുക്ക് ഓർക്കാം. ഇന്ന് അലസത വെടിഞ്ഞ് ചെയ്യാനുള്ള ഓരോ കാര്യവും തിടുക്കത്തിൽ ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. ആത്മാവിൻ്റെ നിറവുള്ളവരായി ഇന്ന് ജീവിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇന്ന് നമ്മൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.